ജ്യോതി ചൊല്ലാം. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ, സ്നേഹമാണ് കരുണയാണ് ജ്യോതിയാണ് ഈശ്വരൻ. നാദമാണ് ഈശ്വരൻ, താളമാണ് ഈശ്വരൻ, നാദമാണ് താളമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്ഞാനമാണ് ഈശ്വരൻ, ബോധമാണ് ഈശ്വരൻ, ജ്ഞാനമാണ് ബോധമാണ് ജ്യോതിയാണ് ഈശ്വരൻ. ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് ഈശ്വരൻ, ജ്യോതിയാണ് 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 ഈശ്വരൻ. പ്രാർത്ഥന ചൊല്ലാം. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി കാണിടുന്നു. നാദവും താളവും മേളവുമായെന്നെ നേരായ പാതയിൽ ആക്കേണമേ. ജ്ഞാനവും ബോധവും എന്നിൽ ഉണരുവാൻ ആനന്ദമൂർത്തി കനിയേണമേ. കാണാനും കേൾക്കാനും അറിയാനുമായെന്നെ പാകപ്പെടുത്തണേ പരമ്പൊരുളേ. സത്യവും ധർമ്മവും നീതിയും പാലിക്കാൻ എന്നു എനിക്ക് കരുത്തേകണേ. സമ്പത്തും സമയവും പങ്കുവച്ചിടുവാൻ എന്നുമെനിക്ക് തുണയാകണേ. എൻ കർമ്മമൊക്കെയും ധർമ്മങ്ങളാകുവാൻ നന്മ വിതയ്ക്കുവാൻ തോന്നേണമേ. ഈ ധന്യഭൂമിയിൽ പൂജാതനായെന്നെ കർമ്മങ്ങൾ തീർക്കുവാൻ കനിയേണമേ. ഭൂലോകമാകെ ഒരാഘോഷമാക്കുവാൻ പ്രതിനിധിയായ എന്നെ മാനിക്കണേ. കരുണാമയനാം സ്നേഹസ്വരൂപൻ, ജ്യോതിയായി വിശ്വം വിളങ്ങിടുന്നു. മണ്ണിലും വിണ്ണിലും ബ്രഹ്മാണ്ടത്തിലും ആത്മപ്രപഞ്ചമായി വാണിടുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഒരു ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ചെറിയ രീതിയിൽ ഒരു ഡീപ്പായിട്ട് മനസ്സിലാക്കി പോകണ്ട. നമ്മൾ ആരാണ്, എന്തിനാണ് ഇവിടെ വന്നത്, ആരാണ് നമ്മളിവിടെ എത്തിച്ചത്, എന്താണ് നമ്മളുടെ ഈ കാലഘട്ടത്തിലെ ജോലി, നമ്മുടെ ജോലി എന്താണ്, എന്തിനായിക്കൊണ്ടാണ് നമ്മളിവിടെ വന്നത്, ഇതെല്ലാമാണ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എവിടുന്നാണ് നമ്മളുടെ മൂലം, എവിടുന്നാണ് തുടങ്ങിയിട്ടുണ്ടാവുക, നമ്മളിവിടെ എത്തിച്ചതാരാണ്? നമ്മളുടെ അച്ഛനും അമ്മയും കൂടിയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് എത്തിച്ചത്. അത് അവസാനത്തെ കണ്ണിയാണ്. പുറകോട്ട് പോയി 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 ചെന്നാൽ എവിടെ നിന്നായിരുന്നു തുടക്കം? ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയോ തുടങ്ങിയല്ലോ ഇത്, അല്ലേ?
അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ നമ്മൾ വേർപെട്ട് ഇവിടെ വന്നു. അമ്മയുടെ പൊക്കിൾക്കൊടി ബന്ധത്തിൽ നിന്ന് വേർപെട്ട് വന്നു. അമ്മയുടെ അമ്മ അതിൻ്റെ മുകളിലുള്ള അമ്മയുടെ പൊക്കിൾക്കൊടിയിൽ നിന്ന് വന്നു. അങ്ങനെ ആ ചങ്ങല പുറകോട്ട് പോയി എവിടെയോ ചെല്ലണ്ടേ? ആദിമാതാവ്. നമുക്കൊരു ആദിമാതാവും ആദിപിതാവുമുണ്ട്. ആദിമാതാവും ഒരു ആദിപിതാവുമുണ്ട്. അതാരായിരിക്കാമെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ആരാണ് ഈ ആദിമാതാവും ആദിപിതാവും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരുടെ അഭിലാഷം, അതായത് ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും ഒരു അഭിലാഷമുണ്ട്. ആ അഭിലാഷം നടപ്പിലാക്കാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മളുടെ നേരെ മേളിലത്തെ അമ്മയുടെ അച്ഛൻ്റെ അല്ല. അമ്മയുടെ അച്ഛനെയും വിട്ടതും ഇതേ ഉദ്ദേശത്തിലാണ്. അതിനു മുമ്പുള്ളവരെ മുഴുവൻ വിട്ടതും ഇതേ ഉദ്ദേശത്തിലാണ്. നമ്മളും ഇവിടെ അവതരിച്ചിരിക്കുന്നത് ഒറ്റ ഉദ്ദേശത്തിലാണ്. അതായത് നമ്മളുടെ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും എന്തോ ഒരു അഭിലാഷം നമ്മളെ കൊണ്ട് ഇവിടെ നടപ്പിലാക്കണം. ഒരു പ്രതിനിധിയായി നമ്മൾ കർമ്മം ചെയ്യണം. അതാണ് അതിനെ വിട്ടിരിക്കുന്നത്. എന്തായിരിക്കാം ആ അഭിലാഷം? ആ അഭിലാഷം എന്തായിരിക്കാം? അച്ഛനമ്മമാർക്ക് മക്കൾ എങ്ങനെ ജീവിക്കണമെന്നാണ് അവരുടെ അഭിലാഷം. ആനന്ദത്തോടെ ജീവിക്കുക. മനസ്സിലായില്ലേ? ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും അഭിലാഷം എന്താ? ജീവിത അഭിലാഷം എന്താണ്? ആനന്ദത്തോടെ ജീവിക്കുകയാണ്. കാരണം അതിനായിട്ടാണ് നമ്മളിവിടെ വന്നത്. അതായിരുന്നു നമ്മളുടെ ആദിമാതാവിൻ്റെയും ആദിപിതാവിൻ്റെയും അഭിലാഷവും. പക്ഷെ അത് ഇന്നേ വരെ സാധിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇതാണ് പ്രശ്നം. അതായത് ഈ ഭൂമിയിലെ സകല മനുഷ്യരുടെയും അഭിലാഷം, ജീവിതാഭിലാഷം എന്ന് പറയുന്നത് ആനന്ദത്തോടെ ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ്. എല്ലാവരുടെയും അതാണ്. എല്ലാ ജീവജാലങ്ങളുടേതും അതാണ്. എന്നിട്ട് നമുക്കതാകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയോ വഴി തെറ്റിപ്പോയിട്ടുണ്ട്. തിരുത്തേണ്ടി വരും. അതാണ് നമ്മൾ നോക്കണേ. അപ്പം നമുക്ക് ഒരു മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയണം. മനുഷ്യജീവി, നമ്മളെല്ലാവരും ഓരോ മനുഷ്യജീവികളാണ്. മനുഷ്യജീവി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കൂടി ചേർന്നിട്ടാണ്? മനുഷ്യ ശരീരവും ജീവനും കൂടി ചേർന്നിട്ടാണ് മനുഷ്യജീവി. അപ്പോഴാണ് നമുക്കൊരു രൂപമുണ്ടില്ലേ? നമുക്കൊരു രൂപമുണ്ട്. ഈ രൂപമുള്ള എല്ലാത്തിനും ഒരു രൂപമില്ലായ്മ അതിൻ്റെ ഉള്ളിലുണ്ട്. എന്താ അത്? ജീവൻ. നമ്മുടെ ഉള്ളിലൊരു ജീവനുണ്ട്, ഒരു രൂപമില്ലായ്മയുണ്ട്. നമ്മൾ വഴക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആരോടാണ് വഴക്ക് പിടിച്ചത്? ജീവനോടാണോ വഴക്ക് പിടിച്ചത്, അത് ശരീരത്തിനോടാണ്? നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആരെയാണ് സ്നേഹിച്ചത്? ശരീരത്തെയാണ്. നമ്മൾ വെറുത്തിട്ടുണ്ടെങ്കിലോ ശരീരത്തെയാണ് വെറുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ വെറുപ്പും സ്നേഹവും സകലതും ശരീരവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കണേ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ജീവനുണ്ട്. ആ ജീവൻ എന്താണെന്ന് പിടികിട്ടിയിട്ടില്ല. ആ ജീവനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ഈ ശരീരം മാത്രം എന്താണെന്ന് പറയുക? 3 ശരീരങ്ങളാണ് നമുക്ക്. അതിൽ ഈ ശരീരം മാത്രം എന്ന് പറഞ്ഞാൽ അതെന്ത് ശരീരമാണ്? ഭൗതിക ശരീരം. ബ്രാക്കറ്റിൽ പണ്ടുള്ളവർ പറഞ്ഞു തന്നത് സ്ഥൂല ശരീരം എന്നാണ്. സ്ഥൂല ശരീരം, ഭൗതിക ശരീരം അഥവാ സ്ഥൂല ശരീരം. അത് രൂപമാണ്, രൂപത്തിലുള്ളതാണ്. അത് ക്ലിയർ ആയില്ലേ? സ്ഥൂല ശരീരം, ഭൗതിക ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ രൂപം, നമ്മൾ കാണുന്നതാണ്. അതിനുള്ളിൽ ഒരു രൂപമില്ലായ്മയുണ്ട്. അതാണ് ജീവൻ എന്ന് പറഞ്ഞത്. അത് സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരം പറയും. ആ സൂക്ഷ്മ ശരീരം എന്തൊക്കെ കൂടി ചേർന്നിട്ടാ? മനസ്സും ബുദ്ധിയും കൂടി ചേർന്നിട്ടാണ്. സൂക്ഷ്മ ശരീരം സമം മനസ്സ് അധികം ബുദ്ധി. മനസ്സും ബുദ്ധിയും കൂടി ചേർന്നിട്ടാണ് സൂക്ഷ്മ ശരീരം. സ്ഥൂല ശരീരമോ
എന്തെല്ലാം കൂടി ചേർന്നിട്ടാണ്? സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കൂടി ചേർത്താ ഉണ്ടാക്കിയിരിക്കണേ? കോശങ്ങളാണ് അതിൻ്റെ സ്ട്രക്ചറാണത്. കോശങ്ങൾ, ടിഷ്യൂ, അവയവങ്ങൾ. ഈ കോശങ്ങൾ ഉണ്ടാക്കിയതും ടിഷ്യൂ ഉണ്ടാക്കിയതും അവയവങ്ങൾ ഉണ്ടാക്കിയതും എന്തെല്ലാം കൂടി ചേർത്തിട്ടാ? പഞ്ചഭൂതങ്ങൾ. അതായത് സ്ഥൂല ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് മനസ്സും ബുദ്ധിയുമാണ്. അതിൽ മനസ്സിൻ്റെ ഡെഫിനിഷൻ അന്ന് തന്നായിരുന്നു ഇല്ലേ? മനസ്സിൻ്റെ ഡെഫിനിഷൻ അന്ന് തന്നു. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? വിവേചിച്ചറിയുക. അതിൻ്റെ ജോലിയാണ് വിവേചിച്ചറിയുക. ബുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കോറ് തന്നെയാണ്. അതിൻ്റെ കോർ ഭാഗം. മൈൻഡ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഫീൽഡ്. ഒരു പ്രതലമാണത്. അതിൻ്റെ ഉള്ളിലെ ഒരു കോർ ഏരിയയാണ് ബുദ്ധി എന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, സാധനം ഒന്ന് തന്നെയാണ്. പിടികിട്ടിയോ? അതായത് രണ്ടും ഒന്ന് തന്നെയാണ്. മനസ്സും ബുദ്ധിയും ഒന്ന് തന്നെയാണ്. മനസ്സിൻ്റെ തന്നെ കോർ ഏരിയ. ഇപ്പോൾ ഒരു സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഒരു വെള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ഭാഗം വരില്ലേ? അവിടെ അടുക്കുന്തോറും നല്ല പ്രത്യേകമായിട്ട് എന്നിട്ട് കുഴി അകത്തേക്ക് പോകും. അങ്ങനത്തെ ഒരു കോർ ഏരിയയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അങ്ങനെ എടുത്താൽ മതി. രണ്ട് വ്യക്തമായില്ലേ? ഭൗതിക ശരീരം മനസ്സിലായി, സൂക്ഷ്മ ശരീരം മനസ്സിലായി. ഇനി നമുക്ക് ആത്മശരീരം അല്ലെങ്കിൽ കാരണശരീരം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. കുരുള ഇതൊന്നും എടുത്ത്, അതാണ് തർക്ക വിഷയം. അതൊരു തർക്ക വിഷയമാണ്. അതായത് കാരണശരീരം, ആത്മശരീരം. ആത്മാവിനെ പറ്റി എന്തറിയാം? നമ്മൾ സാധാരണഗതിയിൽ ആത്മാവിനെ പറ്റി എന്താ മനസ്സിലാക്കി വെച്ചിരിക്കണേ? ഒരു ശരീരമാണത്. നമ്മുടെ ശരീരത്തിനുള്ള മൂന്നാമത്തെ ഒരു ശരീരമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുക. ആത്മശരീരത്തെ പഠിപ്പിക്കാൻ പോകുന്നത്. ആത്മാവ് എന്താണ് എന്ന് ഒരു പിടിയില്ല. ആത്മാവ് എന്താണ്? നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട് ഇല്ലേ? അതിനെ നമ്മൾ ജീവാത്മാവ് എന്ന് നമ്മൾ പഠിപ്പിക്കും. മൊത്തത്തിൽ ഒരെണ്ണത്തിന് ഒരു ഇതുണ്ട്, ആത്മാവുണ്ട്. ആത്മാവ് ഏതാ? പരമാത്മാവും ജീവാത്മാവും ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണ് ശാന്തി നേരണേ? ആർക്ക് വേണ്ടിയിട്ടാണ് പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്യണേ? ആത്മാവിന് നിത്യശാന്തി നേരുന്നു എന്നല്ലേ പറയുക. അതിനാരും നിത്യശാന്തി നേരാൻ അങ്ങോട്ട് ചെല്ലണ്ട. അത് നിത്യവും ശാന്തിയിലാണ്. മനസ്സിലായില്ലേ? അതിനാരും നിങ്ങളുടെ ശാന്തിയൊന്നും അവന് വേണ്ട. നിത്യവും ശാന്തമാണത്. ശാന്താകാരം ഗഗന സദൃശം. അതല്ലേ? ശാന്തമായിട്ടുള്ളതാണ്. ഗഗനം എന്ന് പറഞ്ഞാൽ എന്താ? ആകാശം. ആകാശം എവിടെയൊക്കെ ഉണ്ട്? ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് ആണ് ഇല്ലേ? കെട്ടണ്ട, പിടിച്ചാൽ മതി. പിള്ളേ രണ്ടുപേരും പിടിച്ചാൽ മതി. ഇവിടെ വെച്ചാൽ മതി. ആകാശം. ഇതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞ സംഗതി പ്രശ്നമാണ്. പരിഹാരം എന്ത് ചെയ്യും? അതായത് മരിക്കുമ്പോൾ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന എന്തോ ഒന്നാണ് ആത്മാവ് എന്നുള്ളൊരു ധാരണയാണ് ഉള്ളത്. മരിക്കുമ്പോൾ നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന എന്തോ ഒന്ന് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആത്മാവ് നമ്മളിൽ നിന്നും വിട്ടുപോകുന്നില്ല. നമ്മൾ ആത്മാവിൻ്റെ ഉള്ളിലാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ആകാശവും ആത്മാവും ഇഴപിരിഞ്ഞ് ഒരുമിച്ച് നിൽക്കുന്ന ഒന്നാണ്. ആകാശം എവിടെയൊക്കെ ഉണ്ട്? ഭൂമി എവിടെയാ നിൽക്കണേ? ഭൂമി എവിടെയാ നിൽക്കുക? ആകാശത്തല്ലേ? ആകാശം ഒരു സ്പേസിനകത്താണ് നിൽക്കണത്. ഒരു ആകാശത്താണ് അത് നിൽക്കണത്. നമ്മളോ? ഭൂമിയിലും ഒരു ആകാശമില്ലേ? അപ്പം നമ്മളുടെ അകത്തൊരാകാശം ഇല്ലേ? നമ്മൾ ആകാശത്തിനകത്താണ് നിൽക്കണേ. നമ്മുടെ അകത്തും ഒരു ആകാശമുണ്ട്,
പുറത്തും ആകാശമുണ്ട്. ഇത് എവിടം വരെ ഉണ്ട്? അനന്തമാണ്. അത് അനന്തമാണ്. അപ്പൊ ഈ ഗ്രഹങ്ങൾ മുഴുവൻ നിൽക്കണ എവിടെയാണ്? ആകാശത്തല്ലേ? അപ്പോ ഈ ഗ്രഹങ്ങളുടെ എല്ലാത്തിന്റെ അകത്തും ആകാശമില്ലേ? അകത്തുമുണ്ട് പുറത്തുമുണ്ട്. ആകാശം ഈ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിൻ്റെ അതിരുകൾ നമുക്കറിയില്ല, അറിയാൻ പാടില്ലാത്ത വിധം ഇതാണ്. അത് സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ്, അല്ലേ? ഭൂമി കറങ്ങുമ്പോൾ ആകാശവും കൂടി കൂട്ടത്തിൽ പോകുന്നുണ്ടോ? ഇല്ല. ആകാശത്തിനകത്തുകൂടി ഭൂമി അങ്ങ് പോവുക, ആകാശം കയറി ഇറങ്ങും. ആത്മാവെന്ന് പറയുന്നതും ആകാശത്തോടൊപ്പം നിൽക്കുന്ന ഒന്നാണ്. അത്ര മനസ്സിലാക്കിയാൽ മതി. ആത്മാവെന്ന് പറയുന്നതും ആകാശത്തോടൊപ്പം നിൽക്കുന്നു. ആകാശവും ആത്മാവും ഒരുമിച്ച് നിൽക്കുന്നു. ഒരു കയറ് പിരിച്ചാൽ രണ്ടിഴകൾ വരില്ലേ? അപ്പോൾ ആകാശമുണ്ട്, ആത്മാവുമുണ്ട്. അപ്പോൾ ആത്മാവ് എവിടെയൊക്കെ ഉണ്ട്? ആകാശം ഉള്ളിടത്തൊക്കെ ആത്മാവുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിൽ ആകാശം എവിടെയുണ്ട്? ആത്മാവ് എവിടെയുണ്ട്? അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ഇപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ആത്മാവില്ലേ? ആത്മാവുണ്ട്, ഇല്ലേ? നമ്മളുടെ രണ്ടുപേരുടെ ഇടയിൽ ആത്മാവുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ആകാശമുണ്ട്, ആത്മാവുമുണ്ട്. എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണത്. അതിന് ചലനമില്ല, മാറ്റമില്ല. സ്ഥായിയായി, സ്ഥിരമായി, സനാതനമായി നിൽക്കുന്ന ഒന്നാണത്. അതിനൊരു മാറ്റവും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. പിന്നെ ആരാണ് മാറണേ? നമ്മളാണ് മാറണേ. നമ്മളിപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ഇവിടെ വന്നിരുന്നാൽ അവിടുത്തെ ആകാശം ഇങ്ങോട്ട് പോരില്ല. പക്ഷേ നമ്മളുടെ ഭൗതിക ശരീരവും പോരും, സൂക്ഷ്മ ശരീരവും പോരും. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആകാശം എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും ഉള്ളതാണ്. അതേമാതിരി തന്നെ ആത്മാവും എല്ലായിടത്തും ഉള്ളതാണ്. ആത്മാവ് ആനന്ദമാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. അപ്പം ആനന്ദം എവിടെയൊക്കെ ഉണ്ട്? എല്ലായിടത്തും ഇല്ലേ? നമ്മുടെ ഉള്ളിലില്ലേ? പുറത്തില്ലേ? എല്ലാവരുടെ ഉള്ളിലും ഇല്ലേ? ആ ആത്മാവ് ആണ് ആദി പിതാവ്. ആകാശം ആദിമാതാവും, ആദിമാതാവും ആദിപിതാവും. അവിടെ നിന്നാണ് ആര് തുടങ്ങിയത്? കണ്ണിയായി നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾ ആത്മാവിൻ്റെ ഉള്ളിലാണ്, ആകാശത്തിൻ്റെ ഉള്ളിലാണ്. പിടികിട്ടിയോ? അതാണ് ഞാൻ ഈ പാവ കെട്ടി ഒരു വിധത്തിൽ പറഞ്ഞിട്ട് എൻ്റെ സ്റ്റുഡൻസിന് മനസ്സിലാവണില്ല. ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു, പോയി ഒരു പാവയും ചരടും മേടിച്ചുകൊണ്ട് വരാൻ. പാവയും ചരടും മേടിച്ചുകൊണ്ട് വന്നാൽ ഒന്ന് മൂവ് ചെയ്തേ. ഈ ചരട് എന്ന് പറയുന്നത് ആകാശവും ആത്മാവുമാണ്. ഇത് പാവയുടെ അകത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്തുമുണ്ട്. നമ്മൾ ഇങ്ങോട്ട് നീങ്ങി, ആകാശവും ആത്മാവും നീങ്ങിയോ? ഇല്ല. ഇങ്ങോട്ട് നീങ്ങിയോ? ഇല്ല. ആകാശവും ആത്മാവും ഒരു ചലനവും ഇല്ല. അതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ചലനം നടത്തുന്നത് ഭൗതിക ശരീരവും സൂക്ഷ്മ ശരീരവും മാത്രമാണ്. ആത്മശരീരത്തിന് ഒരു മാറ്റവും ഇല്ല. വെറുതെയാണ് നമ്മൾ ആത്മാവിന് നിത്യശാന്തി നേരണത്. ചത്ത് കഴിഞ്ഞാൽ പോയി നിത്യശാന്തി നേരണത് അവര് കണ്ടിരിക്കുകയാണ്. പൊട്ട എന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നീ ഇപ്പോഴും ഇത് തന്നെയാണോ ചെയ്തോണ്ടിരിക്കണെന്ന് ആകാശവും ആത്മാവും പറഞ്ഞോണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കള് ഇത്രയും പൊട്ടന്മാരായി പോയോ എന്ന് ചോദിച്ചിട്ട് ഇനിയെങ്കിലും അത് തിരുത്തണ്ടേ? അത് തിരുത്തണം. അതാണ് സാധനം. പിടികിട്ടില്ലേ? ഇത് സിമ്പിളല്ലേ? എത്ര പറഞ്ഞിട്ട് എൻ്റെ അവിടുത്തെ സ്റ്റുഡൻസിന് മനസ്സിലാവുന്നില്ല. നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ആകാശം മൂവ് ചെയ്യണില്ല, നിങ്ങൾ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവരുടെ പറഞ്ഞു, പോയി ഒരു പാവം മേടിച്ചോണ്ട് വരാൻ. ഒരു പാവയും ചരടും കൂടി മേടിച്ചോണ്ട് വന്ന് കോർത്തിട്ട് ചരട് കെട്ടി വലിച്ചു കെട്ടിയിട്ട് മാറ്റി കാണിച്ചു കൊടുക്കും. മൂവ് ചെയ്യാനുണ്ടല്ലോ. ഇത് എല്ലായിടവും കൂടി ഇതുപോലെ ചരടാണെന്ന് അങ്ങ് വിചാരിക്കുക.
ഈ ആകാശം എന്ന് പറയുന്നത് മൊത്തം ചരടാണെന്ന് വിചാരിച്ചു മൂവ്. അത്രേ ഉള്ളത്. സിമ്പിളായില്ലേ? സാധനം സിമ്പിളായില്ലേ? മനസ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇപ്പം ശരീരം എന്നതാണെന്ന് പഠിച്ചു ഇല്ലേ? പഞ്ചഭൂതങ്ങൾ 5 പഠിച്ചില്ലേ? സംശയം തീർത്തോ? ഇവിടെ സംശയം തീർത്തിട്ട് വേണം പോകാനായിട്ട്. ഇത് കാരണം ബുദ്ധിയും മനസ്സും എന്നുള്ളത് നമ്മുടെ ശരീരത്തോടു കൂടി നിർമ്മാർജ്ജനം ചെയ്യാണ്. ശരീരം പോകുമ്പോൾ പോകുമ്പോൾ അതോടുകൂടി അതും ഡിസ്പേഴ്സ് ചെയ്ത് പോകും. ബുദ്ധിയിലുള്ളത് മുഴുവൻ പോകും. അഥവാ ആർക്കെങ്കിലും ഇവിടെ ജീവിക്കണമെന്ന് വിചാരിച്ചാൽ സൂക്ഷ്മ ശരീരിയായിട്ട് ജീവിക്കാം. മനസ്സിലായില്ലേ? ഭൗതിക ശരീരം ഉണ്ടാവില്ല. വേണേ കയറാം. പിടിയിട്ടില്ലേ? അതിനാണ് ഈ ഭൂതപ്രേത പിശാചുക്കൾ എന്നൊക്കെ. പഠിച്ചതെല്ലാം എന്ത് ചെയ്യണം? മറക്കണം. അന്ധകരണമെന്നും പിന്നെ മനസ്സെന്നും അതിൻ്റെ അടിയിലത്തെ ഒരു മനസ്സെന്നും ഒന്നുമില്ല. ഇത് വളരെ സിമ്പിൾ സാധനമാണ്. നമ്മളുടെ ബുദ്ധി ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ബുദ്ധിയിൽ എന്തെല്ലാം ഉണ്ട്? എല്ലാം ഉണ്ട്. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. മനസ്സിലായില്ലേ? അതിനെല്ലാം ഉണ്ട്. എന്തിനാണ് ഒന്നും അറിയാൻ മേലാത്തത്? മനസ്സിനാണ് അറിയാൻ പാടില്ലാത്തത്. എല്ലാവരുടെയും ബുദ്ധി ഒന്നാണ് അല്ലേ? ആകാശം ഒന്നാണ്, ആത്മാവ് ഒന്നാണ് അല്ലേ? എല്ലാവരുടെയും ആകാശം ഒന്നല്ലേ? എല്ലാവരുടെയും ആത്മാവ് ഒന്നല്ലേ? എല്ലാവരുടെയും ബുദ്ധി ഒന്നാണ്. എന്നാൽ വേറിട്ട് നിൽക്കുന്നത് മനസ്സ് മാത്രമാണ്. കാര്യം സിമ്പിളായില്ലേ? ഈ ഭൂമിയിൽ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ബുദ്ധിയും മനസ്സും കൂടി ഒന്ന് ലയം നടന്നാൽ മതി. അതിനാണ് ധ്യാനങ്ങൾ തന്നിരിക്കുന്നത്. മനസ്സിലല്ലേ? ബുദ്ധിയുടെ വികാരം എന്താണ്? സ്നേഹവും കരുണയുമാണ്. എന്താ ചൊല്ലിയത്? സ്നേഹമാണ് ഈശ്വരൻ, കരുണയാണ് ഈശ്വരൻ തന്നെയാണത്. ഇപ്പം നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മളുടെ ഈശ്വരൻ ഇരിക്കുന്ന ഇടം ഏതാണ്? ബുദ്ധികേന്ദ്രം. ബുദ്ധികേന്ദ്രം, ആജ്ഞാകേന്ദ്രം എന്ന് യോഗാശാസ്ത്രം വിളിച്ച ഇടം. അതൊരു ഗ്രാവിറ്റേഷണൽ സെൻറ്ററാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൻറ്ററാണ്. പിടികിട്ടിയില്ലേ? ഇപ്പം നമ്മളെല്ലാം ആരാണ്? ഈശ്വരന്മാരാണ്. എല്ലാവരും ഈശ്വരന്മാരാണ്. ബുദ്ധിയിൽ നിന്നും നമുക്ക് മനസ്സിലേക്ക് വിവരങ്ങൾ ഇറങ്ങി വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പതുക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ധ്യാനം ചെയ്തു വന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ബോധ്യമായി വരും. കാരണം നമ്മുടെ ഉള്ളിലെ ഈശ്വരൻ ഉണരും. പുനർജന്മം ഉണ്ടല്ലോ. പഞ്ചഭൂതങ്ങൾ 5 നമ്മൾ പഠിച്ചില്ലേ? പഞ്ചഭൂതങ്ങൾ 5 പോയിട്ട് വീണ്ടും ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് തന്നെയല്ലേ പ്രകൃതി വേറൊരു ശരീരത്തെ സൃഷ്ടിച്ച അല്ലേ? അപ്പോൾ പുനർജന്മം വന്നില്ലേ? ജനിച്ചില്ലേ? നമ്മളില്ലാതാകണുണ്ടോ? ആന്തരിക പ്രകൃതിയും ബാഹ്യ പ്രകൃതിയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ പഠിച്ചു. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ആന്തരിക പ്രകൃതിക്ക് എന്ത് സംഭവിക്കും? വെള്ളത്തിൽ ബാഹ്യ പ്രകൃതിയിൽ പോയി വിലയം പ്രാപിക്കും. ആ വിലയം പ്രാപിച്ച വെള്ളവും ഭൂമിയിലേക്ക് പോയതും എല്ലാം വേറെ ആരെടുക്കും? വേറൊരു ജീവിയായിട്ട് വരില്ലേ? ഇപ്പം പുനർജനിച്ചില്ലേ? പുനർജന്മം അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കണ്ട. സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം. എന്താ ലക്ഷ്യം? ആനന്ദം. വ്യക്തികളെ ധർമ്മനിഷ്ഠരാക്കി, കർമ്മനിരതരാക്കി, കർമ്മനിരതരാക്കി ആനന്ദത്തിലേക്ക് ആനയിച്ച് ജീവിതം സഫലമാക്കുക. ഇതേ ഉള്ള നമ്മുടെ ലക്ഷ്യം. ഈ സാധനങ്ങൾ എന്താണെന്ന് കിടന്നിട്ട് നമുക്ക് കൺഫ്യൂഷൻ തർക്കമൊന്നും വേണ്ട. അത് ഒറ്റ ലക്ഷ്യമാണ്. വ്യക്തികളെ ധർമ്മനിഷ്ഠരാക്കി,
കർമ്മനിരതരാക്കി ആനന്ദത്തിലേക്ക് ആനയിച്ച് ജീവിതം സഫലമാകണം. നമുക്കതല്ലേ വേണ്ടൂ. അല്ലാതെ ആരെങ്കിലും പറഞ്ഞിരിക്കണ അതാണോ ഇതാണോ എന്ന് തിരക്കിടക്കേണ്ട കാര്യമില്ല. ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പണ്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുകയെങ്കിൽ ഇതൊന്നും നമ്മൾ നോക്കണില്ല. നമ്മൾ സാധാരണ മനുഷ്യരാണ്, സാധാരണ മനുഷ്യർ. ആ സാധാരണ മനുഷ്യർക്ക് ഒറ്റ കാര്യമാണ് അവൻ്റെ അഭിലാഷം. അത് വ്യക്തികളെ ധർമ്മനിഷ്ഠരാക്കണം, കർമ്മനിരതരാകണം. കാവി എടുത്ത് പുതച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യേണ്ടെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലേ? സന്യാസിമാരാരെങ്കിലും പോയി പണിയെടുക്കുന്നുണ്ടോ മണ്ണിൽ? അവൻ്റെ ധർമ്മം എന്താ? 3 ധർമ്മം പഠിച്ചിട്ടുണ്ട്. എന്താ ധർമ്മം? സ്വധർമ്മം സീഡ് ഡിസ്ട്രിബ്യൂഷനാണ്. കുലധർമ്മം നടത്തണ്ടേ? കല്യാണം കഴിക്കാതിരിക്കുന്നത് ധർമ്മപാലനല്ല. ഇത്രയും നീളത്തിൽ കൊണ്ടുവന്ന ഒരു ജീവി അനന്തര തലമുറയെ സൃഷ്ടിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ജോലിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ധർമ്മ നിഷേധവും കൂടിയുണ്ട് കല്യാണം കഴിക്കാതിരുന്ന. മനസ്സിലായില്ലേ? കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ധർമ്മ നിഷേധം ഇല്ലേ? ഈ നമ്മുടെ അച്ഛനമ്മമാരും അവരുടെ പിൻഗാമികളും എല്ലാവരോടും കൂടി വന്ന ഒരു കണ്ണി അതില്ലാതാക്കാൻ ആരാണ് അവകാശം തന്നെ? അവകാശമില്ല. ആ കണ്ണി മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ കുലധർമ്മം പാലിക്കണം, സ്വധർമ്മവും പാലിക്കണം, കുലധർമ്മവും പാലിക്കണം. എന്നിട്ട് നമ്മളെ സനാതനധർമ്മം പഠിപ്പിക്കാൻ വന്നാൽ മതി. ഇവർ മനസ്സിലായില്ലേ? അതായത് ഒരുപാട് മേളിൽ നിൽക്കുന്ന സന്യാസി സമൂഹം നമ്മളെ സനാതനധർമ്മം പഠിപ്പിക്കുന്നതിന് മുമ്പ് 2 ധർമ്മങ്ങൾ പാലിച്ചിരിക്കണം. സ്വധർമ്മവും കുലധർമ്മവും പാലിച്ചിട്ട് അന്നത്തെ. അപ്പം നമ്മളെന്താ ചെയ്യണേ? നമ്മളുടെ ധർമ്മം പാലിക്കും, ധർമ്മനിഷ്ഠരാക്കി, കർമ്മം നിരതരാക്കി, നിരന്തരമായി കർമ്മം ചെയ്തുകൊണ്ടിരിക്കണം. കർമ്മം ചെയ്യാതെ എവിടെ ഇരിക്കുന്നുണ്ട്? മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കാനല്ല, പ്രാർത്ഥന ചെന്നിരിക്കാനല്ല. അതിൻ്റെ ഉദ്ദേശം വേറെയുണ്ട്, അത് പിന്നീട് പഠിക്കും. വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ എന്താ സംഭവിക്കണമെന്നുള്ളത്. കർമ്മനിരതരാക്കി ആനന്ദത്തിലേക്ക് ആനയിച്ച്, അതായത് ആനന്ദത്തിലേക്ക് എത്തിക്കാൻ വേണ്ട കർമ്മങ്ങൾ ചെയ്ത ജീവിതം സഫലമാക്കുക. ജന്മസാഫല്യത്തിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുക. പിടികിട്ടിയല്ലോ? കിട്ടിയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് പതുക്കെ മനസ്സിലാക്കി തരുന്നത്. അതിൽ ഇപ്പോൾ അനാട്ടമി ഏതാണ്ട് പിടികിട്ടിയില്ലേ? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളുടെ ചെയ്തികളൊക്കെ കാണുന്നുണ്ടോ ഇല്ലയോ? കാണുന്നില്ലേ? നമ്മുടെ ചുറ്റും നിന്നിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ആത്മാവും ആകാശവും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? സകലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ഫങ്ഷൻ, അനാട്ടമി ആൻഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻ. ഇതിൻ്റെ ഫങ്ഷനാണ് ഞാൻ പറഞ്ഞത്. ശരീരത്തിൻ്റെ നിയന്ത്രണം മനസ്സിൻ്റെ പക്കലാണ്. മനസ്സ് വിചാരിക്കാതെ നമുക്കൊരു സാധനം, ഒരു താഴെ കിടക്കുന്ന ഒരു മൊട്ട് സൂചി എടുക്കാൻ പറ്റില്ല. എന്നല്ലേ? മനസ്സ് വിചാരിക്കണം, മനസ്സ് പറയണം എടുക്കാൻ, പറഞ്ഞാൽ എടുക്കാം. പൂർണ്ണമായും ശരീരത്തിൻ്റെ നിയന്ത്രണം മനസ്സിൻ്റെ പക്കലാണ്. ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാണ് ആര്? ബുദ്ധി. മനസ്സും ബുദ്ധിയും കൂടി ലയിച്ചാൽ എന്താ കിട്ടുക? ശരീരത്തിൻ്റെ നിയന്ത്രണം ആരുടെ പക്കലാകും? ആത്മാവിൻ്റെ പക്കലാകും. മനസ്സിലായില്ലേ? ആത്മാവിൻ്റെ നിയന്ത്രണത്തിലാകും ശരീരവും. അതുകൊണ്ടാണ് നമ്മൾ പറയുക, മേക്ക് യുവർ ബോഡി ഡിവൈൻ. ഈ ബോഡി ഡിവൈൻ ആക്ക്, ദെൻ വി വിൽ ബിക്കം ഡിവൈൻ. നമ്മൾ ബോഡി ഡിവൈൻ ആക്കിയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡിവൈനായി തീരും, ഈശ്വരന് തുല്യമായി തീരും. ബോഡി ഡിവൈൻ ആക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ബോഡി ഡിവൈൻ ആക്കണം. ഡിവൈൻ ആക്കിയാൽ രോഗം മുഴുവൻ തീരും. ഡിവൈൻ ആക്കിയ രോഗം മുഴുവനും തീരും. എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, ഈശ്വരൻ്റെ നിയന്ത്രണത്തിലാകുകയും ചെയ്യും. എന്ത് ചെയ്താൽ മതി? ബോഡി ഡിവൈൻ ആക്കാൻ. ബോഡി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരം.
അതിനെ ഡിവൈൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വിധിച്ച അന്നങ്ങൾ 5ഉം വിധിച്ചതാക്കുക എന്നുള്ളത് മാത്രമാണ് ജോലി, അല്ലേ? ജോലി തീർന്നില്ലേ? വിധിച്ചത് 5ഉം വിധിച്ച 5 അന്നങ്ങളും വിധിച്ചതാക്കുക. അതാണ് നമ്മളുടെ കർമ്മം. നമ്മളുടെ കർമ്മനിരതരാകാൻ പറഞ്ഞത് വിധിച്ച അന്നങ്ങളാക്കി തീർക്കണം. നമ്മുടെ ചുറ്റുപാടിൽ നിന്നും വിത്ത് വിതരണം നടത്തി. എന്തിന്? നമ്മുടെ ശരീര നിർമ്മിതിക്ക് ആവശ്യമായ പഞ്ചഭൂതങ്ങൾ 5ഉം കിട്ടുന്ന വിധത്തിൽ വിത്ത് വിതരണം ചെയ്യണം. ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വിധിച്ച അന്നമാണോ? അല്ല. വിധിച്ച അന്നമല്ല കഴിച്ചുകൊണ്ടിരിക്കണേ. വിധിച്ചതല്ലാത്ത അന്നം കഴിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ആ അന്നത്തിന് ചോറ് വിധിച്ചതാണോ? അല്ല. അതുകൊണ്ട് അരിയെ നമ്മൾ എന്ത് ചെയ്തു? വേവിച്ചു. നമ്മൾ വേവിച്ച് കഴിക്കുന്നതെല്ലാം തന്നെ നമുക്ക് വിധിച്ചതല്ല. വിധിച്ചതാണെങ്കിലോ വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു ആപ്പിള് നമ്മുടെ കിട്ടി, അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങുമോ? അത് ആപ്പിൾ പുഴുങ്ങുമോ? ചിലർ ചെയ്യും. ആപ്പിള് പോലും പുഴുങ്ങും. അതെ, ഒരു കുട്ടികൾക്ക് പുഴുങ്ങി കൊടുക്കും. ഒരു കാരണവശാലും പുഴുങ്ങരുത്. അത് നമ്മൾ ഇത് വിഷം അടിച്ചിട്ടല്ലേ? വിഷം അടിച്ചുണ്ടാക്കാനാണോ നമ്മൾ? പഴം പുഴുങ്ങരുത്. പുഴുങ്ങിയാൽ പോയി. പുഴുങ്ങിയാൽ എന്താ പോകണമെന്ന് നമ്മൾ കുറച്ചൊന്ന് ക്ലാസ് പിടിച്ച് ജീവൻ പോകും. അവൻ്റെ ജീവൻ പോകും. അതിൻ്റെ ജീവൻ പുഴുങ്ങിയാൽ ചെറുപയറ് മുളപ്പിച്ച് കഴിച്ചാൽ ജീവനോടെ കഴിച്ചു. അത് പുഴുങ്ങി കഴിഞ്ഞിട്ട് മുറ്റത്തിട്ട കിളുക്കുമോ? എന്താ കാര്യം? അതിൻ്റെ ജീവൻ വിട്ടുപോയി. ഇപ്പം ജീവനോടെ കഴിക്കണം. ഭക്ഷണം ജീവനുള്ളതായിരിക്കണം. ഒരു ജീവനെ ആഹരിച്ചേ മറ്റൊരു ജീവന് നിലനിൽക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഒന്ന് ചത്ത് ഒന്നിന് വളമാകുക, അത് പ്രകൃതി നിയമമാണ്. ഒന്ന് ചത്താലേ ഒന്നിന് വളമാകൂ. പക്ഷേ ഏത് ചത്ത് ഏതിന് വളമാകണമെന്നും പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് ചത്ത് ഏതിന് വളമാകണമെന്നും പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. ആന എന്താ തിന്നുക? കരിമ്പ് തിന്നും, പനമ്പട്ട തിന്നും, ഓല തിന്നും, എല്ലാം തിന്നും. ആന ആടിനെ പിടിച്ച് തിന്നാൻ തുടങ്ങിയാലോ എന്തായിരിക്കും? അത് വിധിച്ചതാണോ? വിധിച്ചതല്ല. അവർ തിന്നുവോ? തിന്നില്ല. നമ്മളോ? ആടിനെ പിടിച്ച് കണ്ടിച്ച് കഷ്ണങ്ങളാക്കി അടപ്പത്ത് വെച്ച് പുഴുങ്ങി തിന്നണമെങ്കിൽ തിന്നോളൂ. നേരിട്ട് പിടിച്ച് തിന്നോ. ആടിനെ തിന്നണമെങ്കിൽ തിന്നാം. അതെ, തിന്നണമെങ്കിൽ അതിനെ പച്ചക്ക് തിന്നോണം, അല്ലെങ്കിൽ നമ്മുടേതല്ല. ഇനി പച്ചക്ക് തിന്നാൻ തുടങ്ങിയെന്നിരിക്കട്ടെ, എന്തായിരിക്കും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം? പച്ചയ്ക്ക് ഒന്നും കിട്ടാതെ വന്നപ്പോൾ നമ്മൾ പച്ചയ്ക്ക് ഇറച്ചി തിന്നാൻ തുടങ്ങിയെന്നിരിക്കട്ടെ, അപ്പം നമ്മൾ ആരാകും? രാക്ഷസന്മാരാകും. മനസ്സിലായില്ലേ? പണ്ട് കാലത്ത് കാട്ടിൽ വെച്ച് പച്ച ഇറച്ചി തിന്ന മനുഷ്യരുണ്ടായിരുന്നു. പച്ച ഇറച്ചി തിന്ന മനുഷ്യരുണ്ട്. കണ്ണി കണ്ടതൊക്കെയാണ് തിന്നത്. കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും കായ്കനികൾ പറിച്ചു തിന്നും മൃഗങ്ങളെ വേട്ടയാടിയും കുറേയൊക്കെ ചുട്ടു തിന്നു. പച്ചയ്ക്ക് തിന്ന മനുഷ്യരുണ്ട്. അവരാരായി തീർന്നു? രാക്ഷസന്മാരായി. രാക്ഷസന്മാരുടെ പല്ലൊക്കെ എങ്ങനെ ഇരിക്കും? നഖവോ? ആ ഭക്ഷണം ആർജിക്കാൻ പറ്റിയ രീതിയിൽ അവൻ്റെ ശരീരഘടന മാറ്റം വരും. എന്തുകൊണ്ട് നമുക്ക് ഈ ഇറച്ചി തിന്നിട്ട് മാറ്റം വരുന്നില്ല? വേവിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? വേവിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. സ്വഭാവത്തിൽ മാറ്റം വരും. പക്ഷേ വേവിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരഘടനയിൽ മാറ്റം വന്നില്ല. അതൊരനുഗ്രഹം.
അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ വഴിയിലുള്ള പിന്നെ ബഗന് ചോറും കൊണ്ടുപോയി. ആരാണ് പോയ? ഭീമൻ. ബഗൻ്റെ അടുക്കെ എന്നും ചോറും കൊണ്ട് ചെല്ലണം. അപ്പോൾ എന്തൊക്കെ തിന്നും ബഗൻ? കൊണ്ടു ചെല്ലുന്ന ആളിനെയും കൂടി തിന്നും, ചോറും തിന്നും, കൊണ്ടു ചെല്ലുന്ന ആളിനെയും കൂടി തിന്നും. അങ്ങനെ തിന്ന് വന്ന ഒരു മനുഷ്യ പരമ്പര കുത്തിയേറ്റ് പോയി. മനസ്സിലായില്ലേ? അതൊരു അൺഹെൽത്തി എവല്യൂഷനാണ്. അൺഹെൽത്തി ആയിട്ടുള്ള എവല്യൂഷനാണ്. അധികം നിൽക്കാൻ പറ്റില്ല. അത് അന്യം നിന്ന് പോയി. ഇവിടെ ഉണ്ടായിരുന്നു പണ്ട് രാക്ഷസന്മാർ. അവരൊക്കെ ഈ പച്ച ഇറച്ചി തിന്നവരാണ്. നമ്മൾ അതിൽ നിന്നും കുറച്ചൊന്ന് അഡ്വാൻസ് ചെയ്തു. എന്ത് വേവിച്ചൊന്ന് കഴിക്കാൻ തുടങ്ങിയെന്നുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഫങ്ഷൻ, ഭൂതകാലത്തിൽ മനുഷ്യൻ മൃഗമായിരുന്നു. ഭൂതകാലത്തിൽ മനുഷ്യൻ ആരായിരുന്നു? മൃഗമായിരുന്നു. അതിൽ തർക്കമുണ്ട്. അതായത് ഐൻസ്റ്റീൻ ഇവരുടെ തിയറി അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട്. എവല്യൂഷൻ തിയറി അംഗീകരിക്കാത്ത ഒരു വിഭാഗമുണ്ട്. കാരണം അവർ ചോദിക്കുന്നത്, കുരങ്ങിൽ നിന്നും മനുഷ്യൻ എവല്യൂട്ട് ചെയ്ത് വന്നു. അതിൽ എവല്യൂഷൻ വന്നു, വാല് പോയി. എന്നിട്ട് ഇപ്പോഴത്തെ കുരങ്ങുകൾക്ക് എന്തേ വാല് പോകാത്തതെന്നാണ്. ഇപ്പം നിലവിലുള്ള കുരങ്ങിൻ്റെയൊക്കെ വാലെന്തേ പോകാത്തത് എന്നാണ്. അതായത് ജനറ്റിക് ജമ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പ്രകൃതിയിലുണ്ട്. ജനറ്റിക് ജമ്പ് എന്ന് പറയും. പുതിയ സ്പീഷീസ് ഉണ്ടായി വരും. അത് കഴിഞ്ഞ സ്പീഷീസിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുക. പുതിയ ഒരു സ്പീഷീസായിട്ട് രൂപാന്തരപ്പെട്ട് വരും. അത് സസ്യജാലങ്ങളിലും വരും, ജീവജാലങ്ങളിലും വന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ ജനുസുകൾ, ജനറ്റിക് ജമ്പ് എന്നാണ് അതിന് പറയുക. ജനറ്റിക് ജമ്പ്. അല്ലാതെ എല്ലാ കുരങ്ങുകളുടെയും വാല് ചെറുതായി മനുഷ്യരായി മുന്നോട്ട് വരികയല്ല ചെയ്യുക. കുരങ്ങുകൾ എന്ന് പറയുന്ന ആ സമൂഹത്തിൽ നിന്നും ഏതോ ഒരു സാഹചര്യത്തിൽ ആരുടെ തീരുമാനപ്രകാരം? ആദി മാതാവിൻ്റെയും ആദി പിതാവിൻ്റെയും തീരുമാനപ്രകാരം ഒരു പുതിയ സ്പീഷീസ് ജന്മമെടുത്തതാണ്. ഈ കാലഘട്ടത്തിന് വേണ്ടിയിട്ട്, അത് ആ കാലഘട്ടത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ വന്നതാണ് നമ്മൾ. ഭൂതകാലത്തിൽ നമ്മൾ മൃഗങ്ങളായിരുന്നു. പ്രസൻറ്റ്, പാസ്റ്റ്, മനുഷ്യൻ ഇൻ ദി പാസ്റ്റ്, ഹ്യൂമൻസ് ഇൻ ദി പാസ്റ്റ് മൃഗങ്ങളായിരുന്നു. പ്രസൻറ്റിലോ, അതായത് വർത്തമാനകാലത്തിലോ മനുഷ്യനായി. ഇനി ഭാവി എന്താ? അവൻ്റെ ഭാവി എന്താ? മൃഗത്തിലേക്ക് പോകാൻ പറ്റില്ല ഒരിക്കലും. മൃഗത്തിലേക്ക് മനുഷ്യന് പോകാൻ പറ്റില്ല. പുറകോട്ട് പോകാൻ ആർക്കും പറ്റില്ല. ഈ ഭൂമിക്കും പറ്റില്ല. എന്താ കാര്യം? കാലം മുന്നോട്ടാണ് പോണത്. കാലചക്രത്തിന് ഒരുമിച്ച് നമുക്ക് മുന്നോട്ടേ പോകാൻ പറ്റൂ. ഇനി മൃഗത്തിലേക്ക് നമുക്ക് പോകാനാവില്ല. തിരിച്ച് മൃഗത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കണ്ട. മൃഗത്തിലേക്ക് പോകാൻ പറ്റില്ല. ഭാവിയിൽ ആരോ ആയിത്തീരണം ഈ ജീവി. ഡിവൈൻ ആകണം. ഈശ്വര തുല്യരാകേണ്ട ജീവിയാണ്. അവൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡിവൈൻ ഹ്യൂമൻ ബീയിങ് ആണ്. മൂന്ന് കാലഘട്ടം അറിയാലോ: പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റിൽ മനുഷ്യൻ മൃഗമായിരുന്നു. പ്രസൻറ്റിൽ നമ്മൾ മനുഷ്യരാണ്. നമ്മുടെ ഭാവി, ഫ്യൂച്ചറിലോ ഡിവൈനിലേക്ക് പോകേണ്ടതാണ്. പുറകോട്ട് പോകാൻ പറ്റത്തുമില്ല. എന്തായിരിക്കും സംഭവിക്കാൻ പറ്റും? എന്താ? രണ്ട് കാര്യങ്ങൾ, രണ്ട് ഓപ്ഷനാണ്. രണ്ട് ഓപ്ഷൻ. പുറകോട്ട് പോകാൻ പറ്റില്ല, മൃഗത്തിലേക്ക് പോകാൻ പറ്റില്ല. മുമ്പോട്ടേ പോകാൻ പറ്റും, മുമ്പോട്ട് പോണില്ല. മുമ്പോട്ടേ പോകാൻ പറ്റുള്ളൂ. ഭാവി എന്ന് പറയുന്നത് ഡിവൈനാണ്. ഡിവൈനിലേക്ക് പോകുന്നില്ല. ഒന്നുകിൽ ഡിവൈനിലേക്ക് പോകാം, അല്ലെങ്കിലോ ഇവിടെ തന്നെ നിന്ന് നാമാവശേഷമാകാം. ഏതാ വേണ്ടേ? ഇവിടെ തന്നെ നിന്ന് നാമാവശേഷമാകണോ? ഈ മനുഷ്യക്കുലം ഒന്നടങ്കം കുറ്റിയേറ്റ് പോകണോ?
അതോ ഡിവൈനിലേക്ക് പോകണം? തീരുമാനിച്ചു. തീരുമാനമായില്ലേ? നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ഡിവൈൻ ആകണം. ദൈവതുല്യരായ മനുഷ്യരായി മാറണം. നമ്മളും മാറണം, നമ്മുടെ അനന്തര തലമുറയും മാറണം. അതാണ് നമ്മളുടെ ലക്ഷ്യം. അതാണ് ഡിവൈൻ എന്ന് പറഞ്ഞാൽ എല്ലാം ആയി ഇല്ലേ? എല്ലാം ആയി ഡിവൈനിലേക്ക് മാറുക. നമ്മൾ ഏതാ തിരഞ്ഞെടുത്തിരിക്കണേ? ഇവിടെ ചെന്ന് നിന്ന് നാമാവശേഷമാകാനല്ല, ഡിവൈനിലേക്ക് പോകാനാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒന്ന് പറഞ്ഞിരുന്നു, മനുഷ്യൻ ഇന്നൊരു 4 കൂടിയ കവലയിലാണ് നിൽപ്പ്. ആ കവലയിൽ നിന്നും 4 വശത്തേക്കും വഴികളുണ്ട്. ഏത് വഴി വേണേലും തിരഞ്ഞെടുക്കാനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം ആർക്കുണ്ട്? മനുഷ്യനുണ്ട്. സ്വർഗത്തിലേക്കുള്ള പാത തിരഞ്ഞെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? പ്രകൃതി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിലേക്കുള്ള പാതയാണ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിലോ പ്രകൃതി നരകത്തിൽ കൊണ്ടുപോയി ആക്കിത്തരും ഇല്ലേ? തെരഞ്ഞെടുപ്പാണ് പ്രധാനം. അതേമാതിരി ഇതാണ് ഇവിടെ നിന്ന് വേണമെങ്കിൽ നാമാവശേഷമാകാം, അല്ലെ ഡിവൈനിലേക്ക് പോകാം. ഏത് തിരഞ്ഞെടുക്കണം? ഡിവൈനിലേക്ക് നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. കാരണം മനുഷ്യന് ബുദ്ധിയുള്ളത് കൊണ്ട് അവന് ഡിവൈനാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് എത്തണം. നമുക്ക് വേണ്ടേ? ഡിവൈനിലേക്ക് എത്തണം. അതിനെന്താ വേണ്ടേ? നമുക്ക് ഡിവൈനിലേക്ക് എത്തണം. അതിനെന്താ വേണ്ടേ? ആദ്യം എന്താ വേണ്ടേ? അത് പിന്നീടുള്ള കാര്യമാണ്. ആദ്യം എന്താ വേണ്ട? വിധിച്ച ഭക്ഷണം വേണം. അതെല്ലാം നമുക്ക് കൃഷി ചെയ്യണം ഇനി അല്ലേ? അതെല്ലാം കൃഷി ചെയ്ത് കൃഷിയെ കൃഷി പഠിക്കുമ്പോൾ മനസ്സിലാകും. കൃഷിയെ ഉടച്ച് മാറ്റിക്കളയും നമ്മൾ. കൃഷി ഉടച്ച് മാറ്റിയിട്ട് നമ്മൾ വിധിച്ച അന്നം കിട്ടുന്ന രീതിയിലാക്കും കൃഷിയൊക്കെ. ഇതൊന്നും ആയിരിക്കില്ല നമ്മുടെ വിളകൾ ഇതൊന്നും ആയിരിക്കില്ല. ഇപ്പോൾ തന്നെ നമ്മളതിൻ്റെ ചുവട് വെച്ച് കഴിഞ്ഞു. വിധിച്ച അന്നം കിട്ടുന്ന രീതിയിലേക്കാണ് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങിയിരിക്കുന്നത്, കൃഷി തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണ്. കാരണം ഒരു പുതുയുഗ കൃഷിയാണ് നമുക്ക് വേണ്ടത്. നാളിതുവരെയുള്ള കൃഷിയല്ല. കൃഷി രീതിയും അതല്ല. കൃഷി രീതിയും മാറ്റും. പുതിയ വിളകൾ നമ്മൾ കൃഷി ചെയ്യും. ഞാനതല്ല ചോദിച്ചത്. ഡിവൈനിലേക്ക് പോകണം. അതിനാദ്യം എന്താ വേണ്ടതെന്നുള്ളത് ധ്യാനം വേണം. ധ്യാനം വേണമ്പോൾ ബുദ്ധി തെളിഞ്ഞ് കിട്ടും. അതായത് മനസ്സിലേക്ക് ബുദ്ധിയിലെ എല്ലാ കാര്യങ്ങളും കയറി വരും. എന്ത് ചെയ്യണതിന് മുമ്പ് എന്ത് ചെയ്തിട്ടേ ചെയ്യാവൂ? ധ്യാനം ചെയ്തിട്ടേ ചെയ്യാവൂ. എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിയോട് പോയി കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഇനി മുതൽ ആരും എന്ത് കാര്യവും ചെയ്യാവൂ. എന്ത് കാര്യം ചെയ്യണതിന് മുമ്പ് ഒരു കൺഫ്യൂഷൻ വന്നു. നമുക്ക് അത് ചെയ്യണ്ടേ, അത് കേൾക്കണ്ടേ എന്ന് കൺഫ്യൂഷൻ വന്നു. എന്ത് ചെയ്യണം? മാറി കുത്തിയിരുന്നോണം കണ്ണുടച്ച്. എന്നിട്ട് ബുദ്ധിയോട് പോയി കൂടിയാലോചിച്ചോണം. നാട്ടുകാരോട് പോയി കൂടിയാലോചിക്കരുത്. നാട്ടുകാരോട് കൂടിയാലോചിച്ചാൽ എന്തായിരിക്കും കിട്ടുക? നമ്മൾ കുഴിയിൽ വീഴാനുള്ള വഴിയായിരിക്കും പറഞ്ഞു തരിക. അപ്പം അതുകൊണ്ട് അവരവരുടെ ബുദ്ധിയോട് കൂടിയാലോചിച്ചിട്ടേ കാര്യങ്ങൾ തീരുമാനിക്കാവൂ. അപ്പം നമ്മൾ നോക്കണത് എന്താ ആദ്യം വേണ്ടത്? ആദ്യം നമുക്ക് എന്തുണ്ടായാൽ നമുക്ക് ഡിവൈനിലേക്ക് എത്താം? ആദ്യം എന്തുണ്ടാവണം? ആവണമെന്നുള്ള ആഗ്രഹം വേണം. അത് തന്നെ കാര്യം. ഇച്ഛ വേണം. ഇച്ഛ വേണം. ഡിവൈൻ ആകണമെന്നുള്ളൊരു ആഗ്രഹം, ഒരു ഇച്ഛ നമുക്കുണ്ടാവണം. ഉണ്ടായാലേ നമുക്കവിടെ എത്താൻ പറ്റൂ. കരിമ്പാറ കല്ലിന്, ഒരു കരിങ്കല്ലിന്, വലിയൊരു കരിങ്കൽ മലയ്ക്ക് ഒരു ഇച്ഛയുണ്ടായി. എന്താ അത്? ആ കരിമ്പാറ കല്ലിൻ്റെ ഇച്ഛ എന്തായിരുന്നെന്ന് അറിയാമോ? അതിന് മണ്ണാകണം എന്നൊരു ഇച്ഛയുണ്ടായി. മഞ്ഞും മഴയും വെയിലും കാറ്റും ഒന്നടങ്കം സഹായിച്ചിട്ട് കരിങ്കല്ലാരായി? മണ്ണായി മാറി ഇല്ലേ? പ്രകൃതി മഞ്ഞും മഴയും വെയിലും കാറ്റും സഹായിച്ച് കരിമ്പാറക്കല്ല് മണ്ണായി മാറി. മണ്ണടങ്ങിയിരുന്നില്ല. മണ്ണിനൊരു ഇച്ഛയുണ്ടായി. എന്താ അത്? മണ്ണിനൊരു ഇച്ഛയുണ്ടായി. എനിക്ക് പുല്ലായി മാറണമെന്നുള്ളൊരു ഇച്ഛയുണ്ടായി. മണ്ണിന് ഒരു ഇച്ഛയുണ്ടായി. എനിക്ക് പുല്ലായി മാറണം എന്നൊരാഗ്രഹം മണ്ണിനുണ്ടായി.
അപ്പോൾ ആര് സഹായിക്കാൻ വന്നു? ആ, മഞ്ഞും മഴയും വെയിലും കാറ്റും സഹായത്തിന് വന്നിട്ട് മണ്ണ് എവല്യൂട്ട് ചെയ്തു, സസ്യമായി എവല്യൂട്ട് ചെയ്തു, സസ്യമായി മാറി, പുല്ലായി മാറി. പുല്ലിനൊരു ഇച്ഛയുണ്ടായി. പുല്ലിനെന്താ ഇച്ഛ? ആ, വൻമരമാകണമെന്നൊരു ഇച്ഛയുണ്ട്. വൻമരമാകണം. എനിക്ക് പുല്ലായി ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് വൻമരമാകണം എന്നുള്ളൊരു ഇച്ഛയുണ്ടായി. അപ്പോൾ പുല്ലിനെ സഹായിക്കാൻ ആര് വന്നു? മഞ്ഞും മഴയും വെയിലും കാറ്റും സഹായിച്ചിട്ട് പുല്ല് എവല്യൂട്ട് ചെയ്ത് മരങ്ങളായി. മരങ്ങൾക്കൊരു ഇച്ഛയുണ്ടായി. ഫലമുണ്ടാകണ മരങ്ങളുണ്ടായി. എവല്യൂഷൻ്റെ പ്രോസസ്സാണത്. എവല്യൂഷൻ പ്രോസസ്. അല്ല, ഫലമുണ്ടായി. ഈ മരങ്ങൾക്ക് എന്തുണ്ടായി? ഒരു ഇച്ഛയുണ്ടായി. ആരാകണമെന്നാണ്? മൃഗമാകണം എന്നൊരു ഇച്ഛയുണ്ടായി. എനിക്കിവിടെ ഒറ്റയെടുത്ത് തന്നെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഓടി നടക്കണമെന്നുള്ളൊരു ഇച്ഛയുണ്ടായി. അപ്പോൾ ആര് സഹായിച്ചു? മഞ്ഞും മഴയും വെയിലും കാറ്റും സഹായിച്ചിട്ട് മൃഗമായി. മൃഗത്തിനൊരു ഇച്ഛയുണ്ടായി. മനുഷ്യനാകണമെന്നൊരു ഇച്ഛയുണ്ടായി. മനുഷ്യനൊരു ആകണമെന്നൊരു ഇച്ഛയുണ്ടായി. അതിനും ആരായിരിക്കാം സഹായിച്ചിട്ടുള്ളത്? പ്രകൃതി തന്നെയല്ലേ മഞ്ഞും മഴയും വെയിലും കാറ്റും സഹായിച്ചിട്ട് മനുഷ്യനൊരു ഇച്ഛ ഉണ്ടാവണ്ടേ? അതാരാകണമെന്നാണ്? ഡിവൈൻ ആകണമെന്നാണ്. എടാ, കരിമ്പാറ കല്ലിനും മണ്ണിനും പുല്ലിനും ഉണ്ടായ ഒരു ഇച്ഛയില്ലാത്തവൻ എന്നും അടിമകളായിരിക്കും. ഇച്ഛയില്ലാത്തവൻ അടിമകളാക്കപ്പെടും. ഇച്ഛ ഉണ്ടാവണം. എനിക്ക് ഇന്നടുത്ത് എത്തണം എന്ന ഒരു ഇച്ഛയുണ്ടാവണം. അതിന് പ്രകൃതി കൂട്ടിന് വരും. എപ്പോ? പ്രകൃതി നിയമാനുസൃതമായ ഇച്ഛയാണെങ്കിൽ. മനസ്സിലായില്ലേ? ഒരു ചിത്രശലഭ പുഴു ആഗ്രഹിക്കുകയാണ്, എന്ത്? എനിക്ക് ആനയാകണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? നടക്കില്ല. ചിത്രശലഭ പുഴു എന്താകാൻ ഇച്ഛിക്കണം? ചിത്രശലഭമാകാൻ, നല്ലൊരു ചിത്രശലഭമാകാനായിട്ട് ഇച്ഛിക്കണം. അതായത് നമ്മുടെ ചിത്രശലഭത്തിനെ പറ്റി ചിലപ്പോൾ നിങ്ങൾ എന്നെ ഓർപ്പിക്കുകയാണെങ്കിൽ ഞാൻ പഠിപ്പിക്കും. ഇമാജിനൽസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇമാജിനൽ. അതായത് ഒരു പുഴു ആരെയാണ് പ്രസവിക്കേണ്ടത്? മനുഷ്യ കുഞ്ഞ് ആരെയാണ് പ്രസവിക്കുക? മനുഷ്യ കുഞ്ഞുങ്ങളെയല്ലേ. ഒരു പുഴു ആരെയാ പ്രസവിക്കേണ്ടേ? പുഴുവിനെയല്ലേ പ്രസവിക്കേണ്ടേ? എന്നിട്ട് എന്താ ചിത്രശലഭമായി? ഇമാജിനൽസ് ആണ്. ഇമാജിനൽ സെൽസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അതിനകത്ത് വർക്ക് ചെയ്യണം. ഗവേഷണം നടന്നിട്ടുള്ളൊരു മേഖലയാണ്. എന്തുകൊണ്ടൊരു പുഴു ചിത്രശലഭമായി പറന്നു? മെഡിറ്റേഷൻ മാത്രമല്ല, അത് അതിൻ്റെ രീതിയിൽ പ്രകൃതി നിയമാനുസൃതമായി ഇന്നതാകണം എന്നൊരു ഇച്ഛയുണ്ടായി. ഇമാജിൻ ചെയ്തു. അതിന് പറക്കണം എന്നുള്ളൊരു ഇമാജിൻ ചെയ്തു. പറക്കണം എന്നുള്ളൊരു ഇമാജിനേഷൻ. ആ ഇമാജിനൽ സെൽസിൻ്റെ എണ്ണം പെരുകിയപ്പോൾ അതിന് പറക്കാനുള്ള ചിറക് വന്നു. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് പറക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇച്ഛാശക്തി വേണം. പ്ലെയിൻ ഉണ്ടാക്കി പറന്നത് കളിയാണ്. കുഞ്ഞുങ്ങൾ മണ്ണ് വാരി കളിക്കണ കളിയില്ലേ, അതുപോലത്തെ കളിയാണ് എന്ത്? ഇപ്പോഴത്തെ പ്ലെയിൻ ഉണ്ടാക്കി കളിക്കൽ. പറന്ന് നടക്കില്ലേ? യഥാർത്ഥത്തിൽ പറന്ന് നടക്കണമെന്നല്ലേ? ഒരു ഇമാജിനൽ സെൽസ് വർക്ക് ചെയ്താൽ ഒരമ്മയുടെ ഉള്ളിൽ വെച്ച് തന്നെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് എനിക്ക് പറക്കണം എന്നുള്ളൊരു കുഞ്ഞിന് ഇച്ഛയുണ്ടായാൽ അത് പറക്കാതിരിക്കാൻ പറ്റുമോ? അതിന് പറക്കുക തന്നെ ചെയ്യും. കാരണം അപ്പോഴാണ് ഡിവൈൻ ആവുക. മനസ്സിലായാലേ? നമ്മളുടെ എവല്യൂഷൻ, ആദ്യ ജീവി ഈ ഭൂമിയിൽ ജന്മമെടുത്തത് എവിടെയാണ്? ആദ്യത്തെ ഏകകോശ ജീവി ജന്മമെടുത്തത് എവിടെ? വെള്ളത്തിലാണോ ജന്മമെടുത്തത്? എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്.
കടൽ ജലത്തിലാണ് ആദ്യത്തെ ഏകകോശ ജീവി ജന്മമെടുത്തതെന്നാണ്. എന്നാൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് വെള്ളത്തിലല്ല, ഭൂമിയിലാണ്. വെള്ളത്തിനടിയിലെ ഭൂമിയിലാണ് ആദ്യത്തെ ഏകകോശ ജീവി ജന്മമെടുത്തത്. കാരണം പഞ്ചഭൂതങ്ങളിൽ അവസാനത്തത് ഏതാണ്? ആകാശം, അഗ്നി, വായു, വെള്ളം, ഭൂമി. ഭൂമി ഈ അഞ്ചും കൂടി ചേർന്നിട്ടല്ലേ ഒരു ജീവി ഉണ്ടായത്. അപ്പോൾ അതെവിടെയായിരിക്കും? ഭൂമിയിലായിരിക്കണം. എവിടുത്തെ ഭൂമിയിൽ? കടൽ ജലത്തിൻ്റെ അടിത്തട്ടിലെ മണ്ണിൽ. ആ മണ്ണിൽ നിന്നും ഈ ഏകകോശ ജീവി എങ്ങോട്ടാണ് എവല്യൂട്ട് ചെയ്തത്? ജലത്തിലേക്കാണ് എവല്യൂട്ട് ചെയ്തത്. ജലത്തിൽ നിന്നും എങ്ങോട്ടാണ് എവല്യൂട്ട് ചെയ്തത്? വായുവിലേക്കാണ്, കരയിലേക്കല്ല. നമ്മൾ പഠിക്കണതാണ് കരയിലേക്ക് കയറിയെന്നാണ്. പക്ഷേ വായുവിലേക്കാണ് നമ്മൾ എവല്യൂട്ട് ചെയ്തത്. എങ്കിൽ നമ്മൾ ആരാണ്? വായുപുത്രന്മാരാണ്. മനസ്സിലായില്ലേ? വായുപുത്രൻ. മരങ്ങളുടെ ഇച്ഛ കാരണമാണ് അത് ഓടി നടക്കണ മൃഗമായത്. മനസ്സിലായില്ലേ? പിടികിട്ടില്ലേ? നമ്മൾ വായുപുത്രന്മാരാണ്, പറന്ന് നടക്കേണ്ടവരാണ്. അല്ലാതെ ഇതുപോലെ വാഹനം ഉണ്ടാക്കി, ട്രെയിൻ ഉണ്ടാക്കി അതിൽ കയറി പറക്കാനുള്ളവരല്ല. സ്വയം പറന്ന് 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 എവിടെ പോകണം? പറന്ന് 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 എവിടെ പോകണം? ചന്ദ്രനിൽ പോകണം. ചന്ദ്രനിൽ പോയിട്ട് എന്താ അവിടുത്തെ കർമ്മം? വിത്ത് വിതരണം ചെയ്യണം. ചന്ദ്രന് പോയിട്ട് വിത്ത് വിതരണം ചെയ്യണം, വിത്തിടണം. കാരണം എന്താണ്? പഠിച്ചതെന്താ? ചന്ദ്രൻ സെല്ലാണ്. സെല്ലിൻ്റെ ആരോഗ്യമാണ് ശരീരത്തിൻ്റെ ആരോഗ്യം. ഭൂമിയുടെ ആരോഗ്യം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആരുടെ ശരീരം വീണ്ടെടുക്കണം? ചന്ദ്രൻ്റെ. ചന്ദ്രൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണം. ചന്ദ്രനിൽ ഇപ്പോൾ കൊണ്ട വിത്തിട്ടാൽ ചെടികൾ വെക്കും. അതിന് പകരം കൊണ്ടുപോയി കൊടി കുത്തിയാൽ മതിയോ? ചന്ദ്രന് പോണത് അവിടെ കൊണ്ടുപോയി വിത്തിടാനായിരിക്കണം. വിത്തിടാൻ തയ്യാറായി നിൽക്കുകയാണ് ചന്ദ്രൻ. കിളിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ചന്ദ്രൻ. അവിടെ ചെടി കിളിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ അതിന് പറ്റിയ വിത്ത് കണ്ടുപിടിച്ച് കൊണ്ടുപോയി നീ ഇടണം. അതിങ്ങനെ ചന്ദ്രനിൽ പോകണമെന്നൊരു ഇച്ഛയുണ്ടായി. ചന്ദ്രനിൽ പോയി. ചെയ്യേണ്ട കാര്യം ഇതേവരെ ചെയ്തിട്ടില്ല. ഇനി പതുക്കെ ചെയ്യും. പതുക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിടികിട്ടില്ല. നമ്മൾ പോകണമെന്ന് വിചാരിച്ചാൽ പോകാം. ഇച്ഛ വേണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ചിത്രശലഭപ്പുഴു ആനയാകാൻ ഇച്ഛിക്കരുത്. ചിത്രശലഭപ്പുഴു മനുഷ്യനാണ്. നമുക്ക് വിധിച്ചിരിക്കുന്നതാണ് ഡിവൈൻ. നമുക്ക് ഡിവൈൻ ആകാൻ വിധിച്ചിരിക്കുന്നതാണ്. അത് ആഗ്രഹിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ട്? കുഴപ്പമില്ല. അത് ആഗ്രഹിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ഡിവൈൻ ആകേണ്ടതാണ്. എവല്യൂഷനിൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഡിവൈനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത് എല്ലാവരും തോക്ക് താഴെ വെക്കാൻ. പട്ടാളക്കാരെല്ലാവരും തോക്ക് താഴെ വെക്കണം. തീവ്രവാദികളെല്ലാവരും തോക്ക് താഴെ വെക്കണം. നക്സലേറ്റുകളെല്ലാവരും തോക്ക് താഴെ വെക്കണം. എന്നിട്ട് എന്തെടുക്കണം കയ്യിൽ? തൂമ്പ, വിത്തെടുക്കണം. മനസ്സിലായില്ലേ? വിത്തെടുത്ത് വിതരണം ചെയ്യണം, സ്വധർമ്മം ചെയ്യണം. അതിനാദ്യം എന്ത് ചെയ്തു തുടങ്ങണം? ഈ തോക്കെല്ലാം ഒന്ന് താഴെ വെപ്പിക്കണം. നമുക്ക് തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാട്ടാളനാണ്. ഗോത്ര സമൂഹമായിരുന്നപ്പോൾ കാട്ടിൽ വെച്ച് തുടങ്ങിയ സാധനമാണത്. അതിന്നും തുടരുകയാണ്. ഇന്നും ആരെങ്കിലും തോക്കെടുക്കുന്നുണ്ടെങ്കിൽ, യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, മറ്റൊരാളെ കൊല്ലുന്നുണ്ടെങ്കിൽ അവൻ കാട്ടാളനാണ്. ഈ തോക്കിനെ നമുക്കൊന്ന് താഴെ വെപ്പിക്കണം. എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് കളിത്തോക്ക് നിരോധിക്കുക എന്നുള്ളത്. കളിത്തോക്ക് കളിക്കോപ്പല്ല. മനസ്സിലായില്ലേ? കുട്ടികൾക്ക് ഇനി മേലാൽ ആരും കളിത്തോക്ക് മേടിച്ച് കൊടുത്തേക്കരുത്. കളിത്തോക്ക് എന്ന് പറയുന്നത് കളിക്കോപ്പല്ല, കളിക്കാനുള്ളൊരു സാധനം അല്ലത്. അതാണ് ആദ്യം നിരോധിക്കേണ്ടത്. പതുക്കെ AK-47
യുദ്ധവും സകലതും നമുക്ക് നിരോധിക്കാൻ പറ്റും. അപ്പോൾ അത് നിരോധിക്കേണ്ടതാണ് എന്ന് ആദ്യം ബോധ്യം വരണമെന്നുണ്ടെങ്കിൽ കളിത്തോക്ക് നിരോധിച്ച് കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കരുത്. ഇന്ന് ഏത് തോക്കാണ് കടയിൽ കൊണ്ടുചെന്ന് അച്ഛനും അമ്മയും കൂടി കടയിൽ കൊണ്ട് ചെല്ലുമ്പം കൊച്ചേത് തോക്കായിരിക്കും ചോദിക്കുക? ചെറിയ തോക്കാണോ ചോദിക്കുക? വലിയ AK-47 പോലെയുള്ള കട 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 ഒച്ച കേൾക്കണ തോക്ക് ഇപ്പം മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ചു കൊടുത്തു കൊച്ചിന്. വീട്ടിൽ വന്ന് കയറി ഉടുപ്പൊക്കെ ഊരി ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊച്ചേതായിരിക്കും ആദ്യം എടുക്കുക? എന്നിട്ട് ആർക്കിട്ടായിരിക്കും വെടിവെക്കുക? ആരുടെ നേരെ ആയിരിക്കും വെടിവെക്കുക? അച്ഛൻ്റെ നേരെ വെടിവെക്ക് ചൂണ്ടിട്ട് കട 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 കടടാന്നടിക്കും. ഈ അച്ഛൻ എന്താ ചെയ്യുക? അപ്പോൾ സപ്തതുപോലെ മലന്ന് വീഴും. കൊച്ചെന്താ പഠിച്ചേ? AK-47 എടുക്കാനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കണേ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആദ്യം നമ്മൾ നിരോധിക്കേണ്ടത് കളിത്തോക്ക് നിരോധിക്കുക. അപ്പോൾ നമുക്ക് ഡിവൈനിലേക്ക് പോകാം. തീരുമാനിച്ചല്ലോ? വേറെ ഓപ്ഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഒന്നെങ്കിൽ ഇവിടെ നിന്ന് നാമാവശേഷമാകാൻ തയ്യാറായിക്കൊള്ളുക. അതാണ് ചിലർ ചോദിക്കണതേ, കുക്കുംബർ ജ്യൂസ് കുടിക്ക്, പഴങ്ങൾ കഴിക്ക് എന്ന് പറയുമ്പോൾ എന്താ ചോദിക്കണമെന്നറിയാമോ? ഇത് എത്ര നാൾ കഴിക്കണം സാറേ എന്നാ ചോദിക്കണം. നമ്മളിവിടെ എന്താ ചെയ്യണേ? രോഗിയായിട്ട് വന്നവനെ ഡിവൈനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ചോദിക്കണേ, ഇത് എത്ര നാൾ ചെയ്യണം? മരുന്നാണെന്നാണ് വിചാരം. ഇവിടെ ചികിത്സ ഇല്ല. ചികിത്സ എന്ന് പറയുന്ന സാധനമേ ഇല്ല. ആരോഗ്യം വീണ്ടെടുത്ത് പറന്നു പോകാൻ. ഇതെന്താ കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ കൊച്ചിലെ മുതൽ സ്കൂളിൽ ഒരു സാധനം പഠിപ്പിച്ചു നമ്മളെ. ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പോകുന്നിതാ പൂക്കൾ പറന്നമ്മേ, അയ്യോ പോയി കൂടെ കളിപ്പാൻ വയ്യേ എനിക്ക് പറക്കാൻ പറഞ്ഞപ്പോൾ അമ്മ എന്താ പറഞ്ഞു കൊടുത്തത്? നീ അങ്ങനെ ആഗ്രഹിക്കേണ്ട, അത് അവർക്കുള്ളതാണെന്നാണ്. എന്നാൽ അമ്മ എന്തായിരുന്നു പറഞ്ഞു കൊടുക്കേണ്ടത്? നീ വിചാരിച്ചാൽ നിനക്കും പറക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇമാജിനൽ സെൽസ് വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? ഇമാജിനൽ സെൽസ്, നമ്മുടെ ഇമാജിനൽ സെൽസിൻ്റെ എണ്ണം പെരുകിയാൽ പറന്നിരിക്കും നമ്മുടെ മക്കൾ. കാരണം അവർ വായുപുത്രന്മാരാണ്. നമ്മളും വായുപുത്രന്മാരാണ്. നമ്മളും ഡിവൈൻ അല്ലേ? ജനിച്ചപ്പോൾ നമ്മൾ ആരായിരുന്നു? ഡിവൈൻ ആയിരുന്നു. നമ്മളെ ഡിവൈൻ അല്ലാതാക്കിയതാരാണ്? നമ്മുടെ അച്ഛനും അമ്മയും സമൂഹം എല്ലാം ചേർത്തിട്ട്. അവർക്കത് അറിയില്ലായിരുന്നു. അവരുടെ മുന്നിലുള്ള ആദ്യത്തെ സംഗതി എന്തായിരുന്നു? കരയുമ്പം ഇതിന് ഭക്ഷണം കൊടുക്കണമായിരുന്നു. അതുണ്ടാക്കുന്ന തത്രപ്പാടിലായിപ്പോയി അവർ. ഇനി അത് വേണോ? ഇവിടെ ഇല്ലേ ഭക്ഷണമുണ്ട്. ഇനി ഇവനെങ്ങനെ പറക്കാം? എങ്ങനെ പറക്കണം? എൻ്റെ കുഞ്ഞ് ആകാശത്തുകൂടെ പറക്കണം, വെള്ളത്തിനു മീതെ നടക്കണം. ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത് എന്താണെന്നറിയാമോ? അഷ്ടസിദ്ധി എന്നാണ്. അഷ്ടസിദ്ധി. 8 സിദ്ധികളാണ്. 8 സിദ്ധികൾ. 8 സിദ്ധികളായിട്ടാണ് ഇത് അറിയപ്പെടുക. അതായത് അണിമ എന്ന് പറഞ്ഞാൽ അണുവിനെ പോലെ ചെറുതാകാൻ, അപ്രത്യക്ഷമാകാനുള്ള കഴിവ്. അണിമ. രണ്ടാമത്തത് മഹിമ. അണിമയുടെ കൂട്ടത്തിൽ വേറെ ഏതാണ്ട് കൂടിയുണ്ട്. അത് ഏതാണെന്ന് അറിയില്ല. ഇരട്ടകളാണത്. അണിമ, മഹിമ, ഗരിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നോക്കണ്ട. അണിമ, മഹിമ. പർവ്വതം പോലെ വലുതാകാനുള്ള കഴിവ്. ലഘിമ. ലഘിമ എന്ന് പറഞ്ഞതാണ് ലഘിമ എന്ന് പറഞ്ഞാൽ ഭാരമില്ലാണ്ടാവുക. ഭാരമില്ലാതെ ആകാശത്തുകൂടി പറന്ന് നടക്കാം, വെള്ളത്തിന് മീതെ നടക്കാം. ആരണ്ടൊക്കെ നടന്നായിരുന്നു വെള്ളത്തിന് മീതെ? യേശുദേവൻ നടന്നില്ലേ? എന്തായിരുന്നു അതിൻ്റെ കാരണം? ഡിവൈൻ ആയതുകൊണ്ട്, ആ സിദ്ധി വന്നതുകൊണ്ടാണ്. ഇത് സിദ്ധിയല്ല. മനസ്സിലായില്ലേ? എല്ലാവർക്കും അനുവദിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്വാഭാവികതയാണ്. വെള്ളത്തിലൂടെ നടക്കുന്നത് ഒരു സ്വാഭാവികതയാണ്.
സിദ്ധിയല്ല. ആകാശത്തു കൂടി പറക്കുക എന്ന് പറയുന്നത് ഒരു സിദ്ധിയല്ല. എല്ലാ മനുഷ്യർക്കിൻ്റെ എവല്യൂഷൻ, നമ്മളുടെ അനന്തര തലമുറ പറക്കുന്നത് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയേക്കും. അതിന് വേണ്ടിയിട്ടൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ക്ലാസ്സും ഉണ്ടാകും. അതായത് നമുക്ക് തന്നെ നമ്മളുടെ അനന്തര തലമുറ പറക്കണതൊന്ന് കാണണം. ആകാശത്തൂടി നടക്കണ ജനിക്കണ കുഞ്ഞുങ്ങൾ മുഴുവൻ ഡിവൈനാണ്. ചിറകൊന്നും വേണ്ട, അല്ലാതെ പറക്കാം. ചിറക് കൊണ്ടാണോ പറന്നത്? ആകാശത്തൂടി ഈ സിനിമയിലൊക്കെ ദൈവങ്ങൾ പറന്ന് നടക്കണത് ചിറക് വെച്ചിട്ട് പറക്കണതായിട്ടാണ് കണ്ടത്. ചുമ്മാ അങ്ങനെ പോവുകയല്ലേ, ചുമ്മാ ഇങ്ങനെ പൊങ്ങി ചെന്നിട്ട് പോയി എവിടെയെങ്കിലും ഇരുന്നു എല്ലായിടത്തും പോണതല്ലേ കണ്ടിരിക്കണേ. അപ്പം അതുപോലെ ആയിത്തീരണം എന്നുള്ളത് വരാം. അപ്പം നമുക്ക് ഡിവൈൻ ആകണം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ മക്കൾ പറക്കണം, അല്ലെ പറക്കണമെന്ന് പറഞ്ഞാൽ ഡിവൈനാക്കി തന്നെ വളർത്തിക്കൊണ്ടുവന്നെ അവരെ. ഡിവൈനായി ജന്മമെടുത്ത കുഞ്ഞുങ്ങളെ ഡിവൈനാക്കി തന്നെ വളർത്തിക്കൊണ്ടുവരണ്ടേ. അതിനെന്തൊക്കെ കൊടുക്കണം? ശരീരം ഡിവൈനാക്കണം. വിധിച്ച അന്നം കൊടുത്താൽ പോരെ, അന്നം കൊടുത്താൽ മതി. അപ്പം ഡിവൈൻ ആകണം, ആയിത്തീരണം. മനുഷ്യ സമൂഹം മുഴുവൻ ഒന്നടങ്കം ഡിവൈനായി തീരണം. അതിന് ആരാണ് ആദ്യം? ആരാദ്യം പോകണം? 2 പേരുണ്ട് ഇവിടെ മനുഷ്യരിൽ, ആണുമുണ്ട് പെണ്ണുമുണ്ട്. ആദ്യം ആര് പോകണം? ആരാദ്യം? സ്ത്രീകൾ പോകണം. എന്താ കാര്യം? ഈ ഭൂമിയിലുള്ള സകല ആണിനെയും പെണ്ണിനെയും പെറ്റതാരാണ്? പെണ്ണാണ്, അല്ലേ? ആണിനെയും പെണ്ണിനെയും പെറ്റത് പെണ്ണായിരിക്കേ. ആരാദ്യം ചുവട് വെക്കണം അങ്ങോട്ട്? അതുകൊണ്ടാണ് നമ്മൾ ഡിവൈൻ മദർ എന്ന് പറയുന്ന ഒരു ആശയം കൂടി എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു വശത്ത് ശരിയാക്കി കൊണ്ടുവരുന്നുണ്ട്. വിഷമില്ലാത്ത ഭക്ഷണമുണ്ടാക്കി, പോഷകസമ്പുഷ്ടമായ ഭക്ഷണമുണ്ടാക്കി, വിധിച്ച ഭക്ഷണമുണ്ടാക്കി സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഉദ്ദേശം ഡിവൈൻ കുഞ്ഞുങ്ങളെ ഡിവൈനാക്കി തന്നെ വളർത്തിക്കൊണ്ടുവരാനാണ്. അപ്പോൾ അതിനാദ്യം എപ്പം തൊട്ട് വിദ്യാഭ്യാസം കൊടുത്തു തുടങ്ങണമെന്നുള്ളതാണ്. അമ്മമാർക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഡിവൈനാക്കി കൊണ്ടുവരാൻ പറ്റും. ഡിവൈൻ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ആർക്കാണ് പറ്റുക? ഒരു ഡിവൈൻ ശരീരത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലുള്ള സകല സ്ത്രീകളും ആരാണ്? ആൾറെഡി ആണ്. എല്ലാ മനുഷ്യരും ഡിവൈനാണ്, സ്ത്രീകളും ഡിവൈനാണെന്ന് സ്ത്രീകൾ അറിഞ്ഞ് അനന്തര തലമുറയെ ഡിവൈനാക്കി വളർത്താൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക. ഡിവൈനാണ് എന്ന യാഥാർത്ഥ്യം ഇന്ന് ഈ ഭൂമിയിലുള്ള ഒരു സ്ത്രീക്കും അറിയില്ല. ബോധ്യപ്പെടുത്തുകയും സമൂഹത്തിൽ ഇത് അനുവദിച്ചു കൊടുത്തിട്ടുമില്ല. സ്ത്രീകൾക്ക് ഡിവൈൻ പദവി വീട്ടിൽ കിട്ടിയിട്ടുണ്ടോ? നാട്ടിൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. അതാണ് കുഴപ്പം. അപ്പോൾ ആ പദവി അവർക്ക് കൊടുക്കണ്ടേ? ആ പദവി അവർക്ക് കൊടുക്കണം. വീട്ടിലും കൊടുക്കണം, നാട്ടിലും കൊടുക്കണം. അതെങ്ങനെയെന്നുള്ളത് പിന്നീടാണ്. പദവി കൊടുക്കണോ വേണ്ടെന്നാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. കൊടുക്കണം, അതാണ് ആദ്യത്തെ തീരുമാനം. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് അനന്തര തലമുറയെ സൃഷ്ടിച്ചെടുക്കുക. ഈ മനുഷ്യകുലം കുറ്റിയറ്റ് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അന്യം നിന്ന് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നടന്നേ പറ്റൂ. ഭക്ഷണം, വിധിച്ച ഭക്ഷണം വിളയിച്ചേ പറ്റൂ. അത് മനുഷ്യരെല്ലാവരും കഴിച്ചു തുടങ്ങിയേ പറ്റൂ. എന്താ സാറ് പറയാൻ പറ്റും? ഡിവൈൻ പദവി കൊടുക്കാൻ ആദ്യം സ്വീകരിക്കുന്നവർക്ക് കൊടുത്താൽ മതി. അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. ആദ്യമേ ഡിവൈൻ പദവി തരാം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവർക്കല്ലേ കൊടുക്കാൻ പറ്റും. കൊടുക്കാം. അവരത് സ്വീകരിക്കും. കാരണം പ്രകൃതിയുടെ സ്വാധീനം ഏറ്റവും കൂടുതലുള്ളത് പുരുഷനിലല്ല, സ്ത്രീകളിലാണ്. ചന്ദ്രൻ്റെ സ്വാധീനം അവരിലാണ്. എല്ലാ മാസവും അനുഭവിച്ചു വന്നവരാണ് അവർ. മനസ്സിലായി? അതുകൊണ്ട് അവരെടുക്കും, കാര്യം പിടികിട്ടും, പെട്ടെന്ന് കാര്യങ്ങൾ പിടികിട്ടും. കാരണം അതൊരു ഡിവൈൻ ശരീരമായതുകൊണ്ട് അതിന് പിടികിട്ടും. മനസ്സിലായില്ലേ? ആരാ കൊടുക്കണ്ടേ?
ആരാ കൊടുക്കണ്ടേ? പുരുഷൻ കൊടുക്കാൻ പുരുഷൻ ആരാ? ആ പുരുഷനെ പെറ്റതാരാ? ഇപ്പം സ്ത്രീകൾക്ക് കൊടുക്കുകയാണോ വേണ്ടത്, എടുക്കുകയാണോ വേണ്ടത്? സുരേഷ് ഗോപി എടുത്ത പോലെ. സുരേഷ് ഗോപി തൃശ്ശൂരിനെ അങ്ങ് എടുത്തില്ലേ? അപ്പോൾ ഈ ഡിവൈൻ പദവി ആരെങ്കിലും തരാനായിട്ട് കാത്തിരിക്കണം. തരേണ്ട കാര്യം എന്താണ്? എടുക്കുകയല്ലേ വേണ്ടേ? എടുക്കണം. എടുക്കാത്ത ആരുടെ കുഴപ്പമാണ്? നമ്മുടെ കുഴപ്പമാണ്. അപ്പം ഡിവൈൻ പദവി അങ്ങ് ഏറ്റെടുത്തോളുക. ഏറ്റെടുത്തിട്ട് ഈ മനുഷ്യകുലം കുറ്റിയേറ്റ് പോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് കുറ്റിയേറ്റ് പോകാൻ പറ്റില്ല. അനന്തര തലമുറയെ ഡിവൈനാക്കി തന്നെ വളർത്തിക്കൊണ്ടുവരും. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം സമൂഹം ഒന്നടങ്കം, സാമൂഹ്യ സംവിധാനം അതിനായിട്ട് ഒരുങ്ങണം, മാറ്റപ്പെടണം. ഇതാണ് നമ്മൾ ഇത് തന്നെയാണ് സ്ത്രീകൾക്ക് ഇതേ പദവി കിട്ടുന്നത് പോലെ തന്നെയാണ് കർഷകർക്ക് പ്രഥമ പൗരൻ എന്ന് പറയുന്ന പദവി കിട്ടും. അവർക്ക് കിട്ടും. കാരണം അന്നമുണ്ടാക്കുന്നത് അവരല്ലേ. മനുഷ്യൻ്റെ പ്രഥമ ആവശ്യം എന്താണ്? ഭക്ഷണമല്ലേ? അത് നല്ല ഭക്ഷണമല്ലേ? എന്തേ വിഷം തിന്നേണ്ടി വരുന്നു? എന്തുകൊണ്ട് ഇവിടെ മുഴുവൻ വിഷമല്ലേ? എന്തുകൊണ്ട് വിഷം തിന്നേണ്ടി വരുന്നു? നമ്മൾ മാർക്കറ്റിൽ കിട്ടണ മുഴുവൻ വിഷമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വിഷം തിന്നേണ്ട ഗതികേടി വന്നത്? കർഷകന് അവൻ അർഹപ്പെട്ട പദവി കൊടുക്കാത്തതുണ്ട്. അവൻ പ്രഥമ പൗരനാണ്. അവൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സമൂഹമൊന്നും ചെയ്തിട്ടില്ല. ഏറ്റവും താഴത്തെ തട്ടിലെ സമൂഹമല്ലേ ഇന്ന് കർഷകൻ. അങ്ങനെയാണെങ്കിൽ അവന് ജീവിക്കാൻ വേണ്ടിയിട്ട് വിഷയിട്ടെന്ന് വരില്ലേ? അവനാണോ ഉത്തരവാദി? സമൂഹം അവന് കൊടുക്കേണ്ട പദവി, വേണ്ട സപ്പോർട്ട് കൊടുത്തില്ല. സ്ത്രീകൾക്കും ഇത് കിട്ടിയിട്ടില്ല. ഇവർ രണ്ടുപേരും പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ്. മനസ്സിലായി? രണ്ടുപേരും പ്രൈമറി പ്രൊഡ്യൂസേഴ്സാണ്. ഇവർ രണ്ടുമാണ് ഈ ഭൂമിയുടെ ഫസ്റ്റ് പരിഗണന അവരുടെ. ഇവരുടെ രണ്ട് സമൂഹത്തിനാണ്. പക്ഷേ ഇത് കിട്ടണില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടേയിരുന്ന് ചെയ്യിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഫാർമർ ഫസ്റ്റ് ഏതാണ്ട് പിടികിട്ടിയല്ലോ. ഇനിയിപ്പോൾ നമ്മളുടെ മുന്നിലെ പ്രശ്നമാണ് നമ്മൾ പഠിക്കാൻ പോവുക. നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ശരിക്കും 5 അന്നങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ ഇപ്പം നമ്മളുടെ മുന്നിൽ സങ്കീർണമായി നിൽക്കുന്നത് ആരോഗ്യ പ്രശ്നമായതുകൊണ്ട് നമ്മൾ ആദ്യം ആരോഗ്യം പഠിക്കും. രോഗമല്ല നമ്മൾ പഠിക്കുക. രോഗത്തെപ്പറ്റി പറയരുത്, പഠിക്കരുത്, പഠിപ്പിക്കരുത്, ചിന്തിക്കരുത്. പിന്നെ എന്തിനെപ്പറ്റി പഠിക്കണം? ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കണം, ആരോഗ്യത്തെപ്പറ്റി പറയണം, പഠിക്കണം, പഠിപ്പിക്കണം. രോഗങ്ങൾ 100,000 പഠിച്ചാലും അത് തീരില്ല. പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതേ കയറി കിടന്നുകൊണ്ട് മെനക്കിടന്നത് വെറുതെ അല്ലേ? ഈ ആശുപത്രി മുഴുവൻ കെട്ടിപ്പടുത്തിട്ട് അതിൽ ആരോഗ്യ കേന്ദ്രം എന്ന് എഴുതി വെച്ചാൽ അത് ആരോഗ്യം പഠിപ്പിക്കുന്ന കേന്ദ്രമാകുമോ? ആണോ? എല്ലാം നമ്മുടെ ആശുപത്രിയുടെയൊക്കെ പേരെന്താ? ആരോഗ്യ കേന്ദ്രം എന്നല്ലേ. എന്നിട്ടിപ്പോൾ അത് കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നാക്കി. എന്താ കാര്യം? കുടുംബവും കൊളായി. കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളൊക്കെ ആയിരിക്കും. നേതാക്കന്മാരിന് കറക്റ്റായിട്ട് ശരിയായില്ലെങ്കിൽ. അതാണ് കുടുംബാരോഗ്യ കേന്ദ്രം ഒന്ന് പേരെഴുതി വെക്കുക. സാംസ്കാരിക നിലയോ ഒന്ന് കെട്ടിടത്തിൻ്റെ പുറത്ത് പേരെഴുതി വെക്കുക. എന്നിട്ട് തോന്നിയത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തന്നെയാണ് നമ്മളുടെ അവസ്ഥ. നമുക്ക് രോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ആരോഗ്യം എങ്ങനെ വീണ്ടെടുക്കണമെന്ന് നമ്മൾ പഠിക്കും. എങ്ങനെയാണ് ആരോഗ്യം വീണ്ടെടുക്കുന്നത് എന്നാണ് പഠിക്കുന്നത്. രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിൻ്റെ മാലിന്യമാണ്. രോഗം എന്നാൽ അത് മനസ്സിൻ്റെ മാലിന്യമാണ്. രോഗം എന്താണെന്ന് പിടികിട്ടിയല്ലോ. അതൊരു മനസ്സിൻ്റെ മാലിന്യമാണ്. രോഗം മരണത്തിൻ്റെ മുന്നോടിയാണ്.
അപ്പോൾ രോഗവും മരണവും മനസ്സിൻ്റെ മാലിന്യമാണ്. രോഗവും മരണവും മനസ്സിൻ്റെ മാലിന്യമാണ്.